ഹേ ഡിയേഴ്സ്, വെൽക്കം ടു സ്ലീപ് ടൈൽസ്. ഇന്നത്തെ കഥ നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു ചെറിയ പെൺകുട്ടിയുടെ മനസ്സിനുള്ളിലേക്കാണ്. പുറത്തുള്ള ലോകം പോലെ തന്നെ അവളുടെ മനസ്സിനുള്ളിലും ഒരു ചെറിയ ലോകമുണ്ട്. അവിടെ ഓരോ വികാരങ്ങൾക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ വികാരങ്ങൾ എങ്ങനെ അവളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതാണ് ഇന്നത്തെ കഥ. കഥ തുടങ്ങുന്നത് റൈലി ആൻഡേഴ്സൺ ജനിക്കുന്ന നിമിഷത്തിലാണ്. അവൾ ആദ്യമായി ലോകം കാണുന്ന അതേ നിമിഷം. അവളുടെ മനസ്സിൽ ആദ്യം ഉണരുന്നത് ജോയ് എന്ന വികാരമാണ്. റൈലിയുടെ എല്ലാ സന്തോഷ നിമിഷങ്ങളും സൃഷ്ടിച്ച് അവളെ ചിരിപ്പിക്കുകയാണ് ജോയിയുടെ ജോലി. അല്പസമയത്തിനുള്ളിൽ മറ്റൊരു വികാരവും എത്തുന്നു. അത് സാഡ്നസ്. പിന്നീട് ഒന്നൊന്നായി ഫിയർ, ഡിസ്കസ്റ്റ്, ആങ്കർ എന്നിവരും എത്തിച്ചേരുന്നു. ഇവർ എല്ലാവരും ചേർന്നാണ് റൈലിയുടെ മനസ്സിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന സ്ഥലത്ത് നിന്ന് അവളുടെ ഓരോ പ്രതികരണവും നിയന്ത്രിക്കുന്നത്. റൈലി അനുഭവിക്കുന്ന ഓരോ നിമിഷവും ചെറിയ ഗ്ലാസ് കോളങ്ങളായി മാറുന്നു. അവയാണ് അവളുടെ മെമ്മറി ഓർബുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഓർമ്മകളെ കോർ മെമ്മറികൾ എന്ന് വിളിക്കുന്നു. ഈ കോർ മെമ്മറികളാണ് റൈലിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന പ്രത്യേക ദ്വീപുകൾക്ക് ശക്തി നൽകുന്നത്. അവയിൽ ഹോക്കി ഐലൻഡ്, ഗൂഫ്ബോൾ ഐലൻഡ്, ഫ്രണ്ട്ഷിപ്പ് ഐലൻഡ്, ഹോണസ്റ്റി ഐലൻഡ്, ഫാമിലി ഐലൻഡ് എന്നിവയാണ് പ്രധാനപ്പെട്ടത്. കാലം കടന്നു പോകുന്നു. ഇപ്പോൾ റൈലിക്ക് 11 വയസ്സായി. ഇതുവരെ അവൾ ജീവിച്ചത് മുഴുവൻ മിന്നാസോട്ടയിലാണ്. പക്ഷേ അച്ഛന് പുതിയൊരു ബിസിനസ് അവസരം ലഭിച്ചതോടെ കുടുംബം സാൻ ഫ്രാൻസിസ്കോയിലേക്ക് താമസം മാറാൻ തീരുമാനിക്കുന്നു. റൈലിക്ക് ആ വാർത്ത ഒട്ടും ഇഷ്ടമാകുന്നില്ല. ഒടുവിൽ അവർ പുതിയ വീട്ടിലെത്തുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ മറ്റൊരു നിരാശയും കാത്തിരുന്നു. അവൾ പ്രതീക്ഷിച്ചതുപോലൊരു വീടായിരുന്നില്ല അത്. അതുമാത്രമല്ല, അവരുടെ സാധനങ്ങൾ കൊണ്ടുവരേണ്ട മൂവിംഗ് ട്രക്ക് തെറ്റായി ടെക്സാസിലേക്ക് പോയിരുന്നു. പുതിയ വീട്ടിൽ ഒന്നും ശരിയായി ഒരുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇതെല്ലാം കണ്ടിട്ടും ജോയ് റൈലിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. അച്ഛനെയും അമ്മയെയും കൂട്ടി ഒരു ചുരുണ്ട പേപ്പർ ബോൾ ഉപയോഗിച്ച് ചെറിയൊരു ഹോക്കി കളി തുടങ്ങുന്നു. കുറച്ചു നേരത്തേക്ക് റൈലിയുടെ മുഖത്ത് വീണ്ടും ചിരി വിരിയുന്നു. പക്ഷേ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. അച്ഛന് ജോലിക്കായി ഉടൻ പുറത്തു പോകേണ്ടി വരുന്നു. അതിനുശേഷം റൈലിയും അമ്മയും ഒരുമിച്ചിരുന്ന് യാത്രയിലെ ഏറ്റവും നല്ല ഓർമ്മകൾ പങ്കുവെക്കുന്നു. അവയിൽ ജോയ് തിരഞ്ഞെടുത്തത് ഒരു സന്തോഷ നിമിഷമാണ്. അച്ഛൻ ഇരുവരുടെയും ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കാർ അബദ്ധത്തിൽ പിന്നിലേക്ക് നീങ്ങി ഒരു ഡൈനോസർ പ്രതിമയിൽ ഇടിക്കുന്ന സംഭവമാണത്. ആ ഓർമ്മ ആദ്യം സന്തോഷം നിറഞ്ഞതായിരുന്നു. പക്ഷേ അതിനിടയിൽ സാഡ്നസ് ആ മെമ്മറി ഓർബിൽ കൈവെക്കുന്നു. അതോടെ ആ സന്തോഷ ഓർമ്മ സങ്കടത്തിന്റെ നിറത്തിലേക്ക് മാറി തുടങ്ങുന്നു. ഇത് കണ്ട ജോയ് പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലാകുന്നു. കാരണം ഒരിക്കൽ രൂപപ്പെട്ട ഒരു ഓർമ്മയുടെ വികാരം ഇങ്ങനെ മാറാൻ പാടില്ലെന്നാണ് അവളുടെ വിശ്വാസം. അതുകൊണ്ട് ഇനി ഒരു ഓർമ്മയിലും തുടരുതെന്ന് അവൾ സാഡ്നസിനോട് പറയുന്നു. ശേഷം അവളുടെ ശ്രദ്ധ മാറ്റാൻ മനസ്സിന്റെ മാനുവലുകൾ വായിക്കാൻ കൊടുക്കുന്നു. അടുത്ത ദിവസം റൈലിയുടെ പുതിയ സ്കൂളിലെ ആദ്യ ദിവസമാണ്. ടീച്ചർ അവളെ ക്ലാസ്സിന് മുന്നിൽ വിളിച്ച് സ്വന്തം നാടിനെ കുറിച്ച് പറയാൻ ആവശ്യപ്പെടുന്നു. ജോയ് സന്തോഷമുള്ള ഓർമ്മകൾ മുന്നിലെത്തിക്കുന്നു. റൈലി പുഞ്ചിരിയോടെ മിന്നാസോട്ടയിലെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. എന്നാൽ വീണ്ടും സാഡ്നസ് ഒരു മെമ്മറി ഓർബിൽ സ്പർശിക്കുന്നു. അടുത്ത നിമിഷം തന്നെ റൈലിയുടെ കണ്ണുകൾ നിറയുന്നു. ക്ലാസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവൾ കരയാൻ തുടങ്ങുന്നു. ആ നിമിഷത്തിൽ ഒരു പുതിയ സാഡ് കോർ മെമ്മറി രൂപപ്പെടുന്നു. റൈലിക്ക് ഇത്തരമൊരു കോർ മെമ്മറി ഉണ്ടാക്കാൻ പാടില്ലെന്ന് കരുതിയ ജോയ് അത് ഉടൻ മെമ്മറി സിസ്റ്റത്തിൽ നിന്ന് നീക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സാഡ്നസ് അതിനെ എതിർത്തു പിടിക്കുന്നു. ഇരുവരും തമ്മിലുള്ള ആ വലിയ പിടിവലിക്കിടയിൽ വലിയൊരു അപകടം സംഭവിക്കുന്നു. എല്ലാ കോർ മെമ്മറികളും ഒരുമിച്ച് പുറത്തേക്ക് തെറിച്ചു പോകുന്നു. അതിന്റെ ഫലമായി റൈലിയുടെ വ്യക്തിത്വത്തെ നിയന്ത്രിച്ചിരുന്ന എല്ലാ പേഴ്സണാലിറ്റി ഐലൻഡുകളും ഒന്നൊന്നായി പ്രവർത്തനം നിർത്തുന്നു. ജോയ് ഒരു കോർ മെമ്മറി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അതും ബാക്കി ഓർമ്മകൾക്കൊപ്പം മനസ്സിന്റെ വിശാല ലോകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ആ കൂട്ടത്തിൽ ജോയും സാഡ്നസും ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അകന്നു പോകുന്നു. ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിൽ ബാക്കിയുള്ളത് ആങ്കർ, ഫിയർ, ഡിസ്കസ്റ്റ് എന്നീ 3 വികാരങ്ങൾ മാത്രമാണ്. റൈലിയെ നിയന്ത്രിക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്വവും ഇനി അവരുടെ കൈകളിലാണ്. ജോയും സാഡ്നസും എങ്ങനെയെങ്കിലും വീണ്ടും ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് തിരികെ എത്തണമെന്നാണ് ശ്രമിക്കുന്നത്. ആദ്യം അവർ ഗൂഫ്ബോൾ ഐലൻഡിൽ നിന്ന് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കുള്ള കണക്റ്റഡ് പാത്തിലൂടെ നടക്കാൻ തുടങ്ങുന്നു. പക്ഷേ അതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു വലിയ സംഭവം നടക്കുന്നു. ഹെഡ്ക്വാർട്ടേഴ്സിൽ ആങ്കർ, ഫിയർ, ഡിസ്കസ്റ്റ് എന്നിവർക്ക് റൈലിയെ ജോയിയെ പോലെ സന്തോഷത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. അച്ഛൻ റൈലിയോട് തമാശ പറഞ്ഞ് അവളെ സന്തോഷിപ്പിക്കാനും ക്ഷമ ചോദിക്കാനും ശ്രമിക്കുമ്പോഴും അവൾ യാതൊരു പ്രതികരണവും കാണിക്കുന്നില്ല. ആ നിമിഷത്തിന്റെ ആഘാതത്തിൽ ഗൂഫ്ബോൾ ഐലൻഡ് തകർന്നു വീഴാൻ തുടങ്ങുന്നു. റൈലിയുടെ ജീവിതത്തിലെ അനവധി ഓർമ്മകൾ സൂക്ഷിച്ചിരുന്ന അവസാനമില്ലാത്ത വഴികളും ഷെൽഫുകളും നിറഞ്ഞ അതിവിശാലമായ സ്ഥലമാണത്. മനസ്സിന്റെ മാനുവൽ വായിച്ചതിനാൽ ആ വഴികളെക്കുറിച്ച് സാഡ്നസിന് കുറച്ച് അറിവുണ്ട്. എന്നാൽ നടക്കാൻ പോലും താല്പര്യമില്ലാതെ വിഷമിച്ചിരിക്കുന്ന സാഡ്നസിനെ പലപ്പോഴും ജോയ് വലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. യാത്രക്കിടെ അവർ 2 മൈൻഡ് വർക്കർമാരെ കാണുന്നു. അവർ പഴകി മങ്ങിപ്പോയ ഓർമ്മകൾ മെമ്മറി ഡംപിലേക്ക് അയക്കുന്ന ജോലിയിലാണ്. അവിടെ ചില നല്ല ഓർമ്മകൾ പോലും ഇല്ലാതാകുന്നത് കണ്ടപ്പോൾ ജോയ് അതിശയിക്കുന്നു. പക്ഷേ മൈൻഡ് വർക്കർമാർ ഒരു കാര്യം വ്യക്തമാക്കുന്നു. റൈലി ഇനി ശ്രദ്ധിക്കാത്തതും പ്രാധാന്യം കൊടുക്കാത്തതുമായ ഓർമ്മകൾ കാലക്രമേണ മങ്ങിപ്പോകും. ഒടുവിൽ അവയെല്ലാം മെമ്മറി ഡംപിലേക്കാണ് പോകുന്നത്. അതേസമയം യഥാർത്ഥ ലോകത്ത് റൈലി മിന്നാസോട്ടയിലെ സുഹൃത്തായ മെക്കിനോട് വീഡിയോ കോളിൽ സംസാരിക്കുകയാണ്. അവൾ പോയതിനു ശേഷം അവിടെയുണ്ടായ കാര്യങ്ങളൊക്കെ മെക്ക് ആവേശത്തോടെ പറയുന്നു. അവരുടെ ഹോക്കി ടീം അടുത്ത മത്സരവും ജയിച്ചതായും ഫൈനലിൽ എത്താൻ നല്ല സാധ്യതയുണ്ടെന്നും അവൾ പറയുന്നു. കൂടാതെ ടീമിൽ ഒരു പുതിയ അംഗവും ചേർന്നതായി അറിയിക്കുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ആങ്കർ പൊട്ടിത്തെറിക്കുന്നു. റൈലി പെട്ടെന്ന് തന്നെ കോൾ അവസാനിപ്പിക്കുന്നു. ആ തീരുമാനം വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കുന്നു. ഫ്രണ്ട്ഷിപ്പ് ഐലൻഡും പതിയെ തകർന്നു തുടങ്ങുന്നു. ദൂരത്ത് നിന്ന് അത് തകർന്നു വീഴുന്നത് ജോയ് വീണ്ടും നിസ്സഹായായി നോക്കി നിൽക്കുന്നു. അല്പസമയത്തിനു ശേഷം അവർ ദൂരെ ഒരാളെ കാണുന്നു. അത് റൈലിയുടെ കുട്ടിക്കാലത്തെ സാങ്കല്പിക സുഹൃത്തായ ബിഗ് ബോങ് ആയിരുന്നു. റൈലിക്ക് 3 വയസ്സുള്ളപ്പോൾ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന അവൻ പിന്നീട് അവൾ വളർന്നതോടെ പതിയെ മറക്കപ്പെട്ടു. അങ്ങനെ വഴിതെറ്റി ഒറ്റപ്പെട്ടുകൊണ്ട് ഈ ഭാഗത്ത് കഴിയുകയായിരുന്നു. അവനെ കണ്ട ജോയ് ഒരു വാഗ്ദാനം നൽകുന്നു. ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് തിരികെ എത്തിയാൽ റൈലിയെ കൊണ്ട് വീണ്ടും അവനെ ഓർക്കാൻ ശ്രമിക്കാമെന്ന്. ആ വാക്ക് കേട്ടതോടെ ബിഗ് ബോങ്ങും അവരുടെ യാത്രയിൽ ചേരുന്നു.
ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഏറ്റവും വേഗം എത്താനുള്ള വഴി അവൻ അറിയാമായിരുന്നു. അത് ഇമാജിനേഷൻ ലാൻഡിലുള്ള ട്രെയിൻ ഓഫ് തോട്ടിലൂടെ ആയിരുന്നു. അവിടേക്ക് പോകാൻ രണ്ട് വഴികളുണ്ട്. ഒന്ന് ദൈർഘ്യമേറിയ സുരക്ഷിതമായ വഴി, മറ്റൊന്ന് ബിഗ് ബോങ് പറയുന്ന ഷോർട്ട് കട്ട്. ആ ഷോർട്ട് കട്ട് അബ്സ്ട്രാക്ട് തോട്ട് വഴിയാണെന്ന് സാഡ്നസ് മാനുവലിൽ വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് അപകടകരമായ സ്ഥലമാണെന്നും അവൾ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ എത്രയും വേഗം ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്തണമെന്ന ആഗ്രഹത്തിൽ ജോയ് ആ മുന്നറിയിപ്പ് അവഗണിക്കുന്നു. മൂവരും ഷോർട്ട് കട്ടിലൂടെ അകത്തേക്ക് കടക്കുന്നു. പക്ഷേ അവർ പാതയുടെ അടുത്തെത്തുമ്പോൾ രണ്ട് മൈൻഡ് വാക്കർമാർ ആ സംവിധാനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. അടുത്ത നിമിഷം മൂവരുടെയും രൂപം മാറി തുടങ്ങുന്നു. ആദ്യം അവരുടെ ശരീരം തകർന്ന കഷ്ണങ്ങളായി മാറുന്നു, പിന്നീട് കൂടുതൽ ലളിതമായ രൂപങ്ങളിലേക്ക് ചുരുങ്ങുന്നു. അതിനുശേഷം വെറും രണ്ടളവിലുള്ള രൂപങ്ങളായി മാറുന്നു. ഒടുവിൽ നിറങ്ങളും ആകൃതികളും മാത്രമായി ഇല്ലാതാകാനുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. ഭാഗ്യം കൊണ്ട് അവസാന നിമിഷത്തിൽ തന്നെ അവർ പുറത്തേക്ക് രക്ഷപ്പെടുന്നു. എന്നാൽ അതിനിടയിൽ അവർ കയറേണ്ടിയിരുന്ന ട്രെയിൻ ഓഫ് തോട്ട് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. അടുത്ത ട്രെയിനിനായി കാത്തിരിക്കുമ്പോൾ ബിഗ് ബോങ് അവരെ ഇമാജിനേഷൻ ലാൻഡ് മുഴുവൻ കാണിച്ചു കൊടുക്കുന്നു. അവിടെ ഫ്രഞ്ച് ഫ്രൈ ഫോറസ്റ്റ്, ട്രോഫി ഡൗൺ, ക്ലൗഡ് ഡൗൺ, ഹൗസ് ഓഫ് കാർഡ്സ്, കൂടാതെ റൈലി സങ്കല്പിച്ചിരുന്ന കനേഡിയൻ ബോയ്ഫ്രണ്ട് വരെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ബിഗ് ബോങ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവും കാണിച്ചു തരുന്നു, അവന്റെ വർണ്ണാഭമായ റെയിൻബോ റോക്കറ്റ്. സ്വന്തം പാട്ട് പാടുമ്പോഴാണ് ആ റോക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ റൈലി വീണ്ടും തന്നെ ഓർത്താൽ അതിൽ കയറ്റി അവളെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അവൻ സന്തോഷത്തോടെ പറയുന്നത്. അതേസമയം യഥാർത്ഥ ലോകത്ത് റൈലി പുതിയ ഹോക്കി ടീമിന്റെ ട്രൈ ഔട്ട്സിൽ പങ്കെടുക്കുകയാണ്. പക്ഷെ അവളുടെ മനസ്സിൽ ഇനി ജോ ഇല്ല. അതുപോലെ തന്നെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ മെമ്മറികളും നഷ്ടമായിരിക്കുകയാണ്. അതിന്റെ ഫലം കളിക്കളത്തിൽ വ്യക്തമായി കാണാം. എപ്പോഴും ആത്മവിശ്വാസത്തോടെ കളിച്ചിരുന്ന റൈലിക്ക് ഇന്ന് ഒന്നും ശരിയായി ചെയ്യാൻ കഴിയുന്നില്ല. കളിക്കിടെ അവൾക്ക് നിയന്ത്രണം നഷ്ടമാകുന്നു. അത് കണ്ട ആങ്കർ ദേഷ്യത്തോടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. റൈലി കയ്യിലുണ്ടായിരുന്ന ഹോക്കി സ്റ്റിക്ക് ഐസിലേക്ക് വലിച്ചെറിഞ്ഞ് കോപത്തോടെ ഗ്രൗണ്ട് വിട്ടിറങ്ങുന്നു. ആ തീരുമാനത്തിന്റെ ആഘാതത്തിൽ മറ്റൊരു വലിയ മാറ്റവും സംഭവിക്കുന്നു. ഹോക്കി ഐലൻഡ് പതിയെ തകർന്നു വീഴാൻ തുടങ്ങുന്നു. അത് ദൂരത്ത് നിന്ന് കണ്ട ജോയും സാഡ്നസും ബിഗ് ബോങ്ങും നിശബ്ദരാകുന്നു. ഹോക്കി ഐലൻഡ് തകർന്നതോടെ ഇമാജിനേഷൻ ലാൻഡിലെ പല ഭാഗങ്ങളും പൊളിച്ചു നീക്കാൻ തുടങ്ങുന്നു. റൈലിക്ക് ഇനി ആവശ്യമില്ലാത്ത സങ്കല്പങ്ങളൊക്കെ ഒന്നൊന്നായി ഇല്ലാതാക്കുകയാണ്. ആ കൂട്ടത്തിൽ ബിഗ് ബോങ്ങിന്റെ ഏറ്റവും പ്രിയപ്പെട്ട റെയിൻബോ റോക്കറ്റും ഉണ്ടായിരുന്നു. അത് തകർത്ത് മെമ്മറി ഡബിലേക്ക് തള്ളുന്നത് കണ്ടപ്പോൾ ബിഗ് ബോങ് പൂർണ്ണമായും തകർന്നു പോകുന്നു. വർഷങ്ങളായി സൂക്ഷിച്ചിരുന്ന തന്റെ ഏറ്റവും വിലപ്പെട്ട ഓർമ്മ അവന്റെ മുന്നിൽ വെച്ച് തന്നെ ഇല്ലാതാവുകയായിരുന്നു. ജോയ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. സന്തോഷകരമായ കാര്യങ്ങൾ പറഞ്ഞ് അവന്റെ വിഷമം മാറ്റാൻ അവൾ ശ്രമിച്ചെങ്കിലും ഒന്നും ഫലിക്കുന്നില്ല. അപ്പോഴാണ് സാഡ്നസ് മുന്നോട്ട് വരുന്നത്. അവൾ ബിഗ് ബോങ്ങിന്റെ അടുത്തിരുന്ന് ഒന്നും പറയാതെ അവന്റെ സങ്കടം കേട്ടിരിക്കുന്നു. റൈലിയോടൊപ്പം ചിലവഴിച്ച മനോഹരമായ ദിവസങ്ങളെക്കുറിച്ച് അവൻ പറയുമ്പോൾ അവൾ ശാന്തമായി കേൾക്കുന്നു. കരയണമെന്നുണ്ടെങ്കിൽ കരയാമെന്ന് അവനെ അനുവദിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബിഗ് ബോങ് പതിയെ ശാന്തനാകുന്നു. ജോയ് അത്ഭുതത്തോടെ അത് നോക്കി നിൽക്കുന്നു. സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ടല്ല, അവന്റെ സങ്കടം മനസ്സിലാക്കി കൂടെ ഇരുന്നപ്പോൾ തന്നെയാണ് അവൻ വീണ്ടും മുന്നോട്ട് പോകാൻ തയ്യാറായത്. അങ്ങനെ മൂവരും വീണ്ടും യാത്ര തുടരുന്നു. ഒടുവിൽ അവർ ട്രെയിൻ ഓഫ് തോട്ട് കയറാൻ സാധിക്കുന്നു. ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങാൻ ഇനി അധികം വൈകില്ലെന്ന് അവർ കരുതുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ട്രെയിൻ നിൽക്കുന്നു. യഥാർത്ഥ ലോകത്ത് റൈലി ഉറങ്ങിപ്പോയതിനാലാണ് ട്രെയിൻ മുന്നോട്ട് പോകാതിരുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ചുറ്റും നോക്കുന്നു. അപ്പോഴാണ് ജോയ്ക്ക് ഒരു ആശയം കിട്ടുന്നത്. റൈലിയെ ഉണർത്താൻ കഴിഞ്ഞാൽ ട്രെയിൻ വീണ്ടും ഓടി തുടങ്ങും. അതിന് അവർ പോകേണ്ടത് ഡ്രീം പ്രൊഡക്ഷൻസ് എന്ന സ്ഥലത്തേക്കാണ്. അവിടെ എത്തി റൈലിയുടെ സ്വപ്നത്തിനുള്ളിൽ കടക്കുകയാണ് ജോയിയുടെ പദ്ധതി. സ്വപ്നത്തിൽ ആവേശം നിറഞ്ഞൊരു സംഭവം സൃഷ്ടിച്ചാൽ അവൾ ഉണരുമെന്ന് ജോയ് വിശ്വസിക്കുന്നു. പക്ഷേ സാഡ്നസിന്റെ അഭിപ്രായം വേറെയായിരുന്നു. പേടിപ്പിച്ചാൽ റൈലി ഉടൻ എഴുന്നേൽക്കുമെന്ന് അവൾ പറയുന്നു. എന്നാൽ ജോയ് അത് അംഗീകരിക്കുന്നില്ല. റൈലി സന്തോഷം മാത്രമേ അനുഭവിക്കാവൂ എന്നാണ് അവൾ ഇപ്പോഴും കരുതുന്നത്. അങ്ങനെ അവർ സ്വപ്നത്തിനുള്ളിലേക്ക് കടക്കുന്നു. വിവിധ രീതിയിൽ റൈലിയെ ആവേശപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഒന്നും ഫലിക്കുന്നില്ല. ആ ഘട്ടത്തിൽ അവർ ധരിച്ചിരുന്ന നായയുടെ വേഷം കീറിപ്പോകുന്നു. അതോടെ മുന്നിലെ പകുതി മാത്രം ഓടുന്ന വിചിത്രമായ നായയെ പോലെ അത് മാറുന്നു. സ്വപ്നത്തിനുള്ളിൽ അത് കണ്ടപ്പോൾ വലിയൊരു കലാപം തന്നെ ഉണ്ടാക്കുന്നു. റൈലി ഉണരുമെന്ന് തോന്നിയ നിമിഷം ഡ്രീം പ്രൊഡക്ഷൻസിലെ സുരക്ഷാ ജീവനക്കാർ അവരെ പിടികൂടുന്നു. അവരെ നേരെ സബ് കോൺഷ്യസിലേക്ക് അയക്കുന്നു. റൈലിയുടെ ഏറ്റവും വലിയ ഭയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു അത്. അവിടെ അവർ കാണുന്നത് ഭയപ്പെടുത്തുന്ന ഒരു വലിയ ക്ലൗണെയാണ്. അവന്റെ പേര് ജാംഗിൾസ്. ജോയ്ക്ക് ഉടൻ മറ്റൊരു ആശയം തോന്നുന്നു. ഈ ക്ലൗണിനെ റൈലിയുടെ സ്വപ്നത്തിലേക്ക് അയച്ചാൽ അവൾ പേടിച്ചെഴുന്നേൽക്കും. അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ജാംബിൾ സ്വപ്നത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ റൈലി ഞെട്ടി ഉണരുന്നു. അവൾ വീണ്ടും ഉണർന്നതോടെ ട്രെയിൻ ഓഫ് തോട്ട് വീണ്ടും യാത്ര തുടങ്ങുന്നു. ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങാനുള്ള പ്രതീക്ഷ വീണ്ടും എല്ലാവരുടെയും മനസ്സിൽ നിറയുന്നു. അതേസമയം ഹെഡ് ക്വാർട്ടേഴ്സിൽ സ്ഥിതി ഓരോ നിമിഷവും കൂടുതൽ വഷളാകുകയായിരുന്നു. ആങ്കറിന് ഇനി ക്ഷമയൊന്നും ബാക്കിയില്ല. റൈലി വീണ്ടും സന്തോഷം കണ്ടെത്തണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂവെന്ന് അവൻ വിശ്വസിക്കുന്നു. അത് തിരികെ മിന്നാസോട്ടയിലേക്ക് പോവുക. അവിടെ പഴയ സുഹൃത്തുക്കളും പഴയ ജീവിതവും കാത്തിരിക്കുന്നു. അങ്ങനെ പുതിയ സന്തോഷ ഓർമ്മകൾ വീണ്ടും ഉണ്ടാകുമെന്നാണ് അവന്റെ ചിന്ത. ആ ആശയം ഒരു ഐഡിയ ബൾബായി രൂപപ്പെട്ടതോടെ ആങ്കർ അത് റൈലിയുടെ മനസ്സിലേക്ക് അയക്കുന്നു. ആ നിമിഷം തന്നെ റൈലി ഒരു തീരുമാനമെടുക്കുന്നു. വീട്ടിൽ നിന്ന് ഒളിച്ചോടി മിന്നാസോട്ടയിലേക്ക് പോകണം. പക്ഷേ യാത്രയ്ക്ക് പണം വേണം. സ്വന്തമായി പണമൊന്നുമില്ലാത്തതിനാൽ അവൾ അമ്മയുടെ പേഴ്സിൽ നിന്ന് കുറച്ച് പണം എടുത്തു. ആ പ്രവൃത്തി നടന്നതു മാത്രം ഓണസ്റ്റി ഐലൻഡ് വിറക്കാൻ തുടങ്ങി. അമ്മയുടെ വിശ്വാസം തകർത്ത ആ തീരുമാനത്തിന്റെ ആഘാതത്തിൽ ആ ദ്വീപും ഒടുവിൽ തകർന്നു വീഴുന്നു. തകർന്നു വീണ ഐലൻഡിന്റെ അവശിഷ്ടങ്ങൾ നേരെ ട്രെയിൻ ഓഫ് തോട്ട് ഇടിച്ച് തകർക്കുന്നു. അതിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ജോയ്, സാഡ്നസ്, ബിഗ് ബോങ് എന്നിവർ വീണ്ടും താഴേക്ക് തിരിച്ചു വീഴുന്നു. ഇത്രയും നേരം നടത്തിയ യാത്ര വീണ്ടും തുടക്കത്തിലേക്ക് മടങ്ങിയതുപോലെയായിരുന്നു. എന്തുകൊണ്ടാണ് ഓരോ ഐലൻഡും ഇങ്ങനെ ഒന്നൊന്നായി തകർന്നു പോകുന്നതെന്ന് ജോയ് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സത്യം മനസ്സിലാക്കുന്നത്. റൈലി ശരിക്കും വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ ഒരുങ്ങുകയാണ്.
അതേസമയം മറ്റൊരു വലിയ ദുരന്തവും ആരംഭിച്ചിരുന്നു. ഫാമിലി ഐലൻഡും പതിയെ തകർന്നു തുടങ്ങി. ഇനി സമയം കളയാൻ പാടില്ലെന്ന് ജോയ് മനസ്സിലാക്കുന്നു. അവൾ ചുറ്റും നോക്കുന്നതിനിടയിൽ ദൂരെ ഒരു റീകോൾ ട്യൂബ് കാണുന്നു. ഓർമ്മകളെ തിരികെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കുന്ന വഴിയായിരുന്നു അത്. മൂവരും അതിലേക്ക് ഓടിച്ചെന്ന് അകത്ത് കയറാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് വീണ്ടും ഒരു പ്രശ്നം സംഭവിക്കുന്നത്. സാഡ്നസ് അബദ്ധത്തിൽ ഒരു ഹാപ്പി കോർ മെമ്മറിയിൽ സ്പർശിക്കുന്നു. ആ ഓർമ്മയും സങ്കടത്തിന്റെ നിറത്തിലേക്ക് മാറാൻ തുടങ്ങുന്നു. ഇത് കണ്ട ജോയ് വീണ്ടും അസ്വസ്ഥയാകുന്നു. റൈലിക്ക് ഇപ്പോൾ സന്തോഷം വേണം, സങ്കടമല്ല. അങ്ങനെ പറഞ്ഞ അവൾ സാഡ്നസിനെ പിന്നിലാക്കി ഒറ്റയ്ക്ക് മുകളിലേക്ക് കയറാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതേ നിമിഷം തകർന്നുകൊണ്ടിരുന്ന ഫാമിലി ഐലൻഡിന്റെ ഒരു വലിയ ഭാഗം ട്യൂബിൽ ഇടിച്ചു തകർക്കുന്നു. ട്യൂബ് പൂർണ്ണമായും തകർന്നു പോകുന്നു. ജോയ് താഴേക്ക് പതിക്കുന്നു. അവളുടെ കൂടെ ബിഗ് ബോങ്ങും താഴേക്ക് വീഴുന്നു. ഇരുവരും നേരെ മെമ്മറി ഡംപിൽ എത്തിച്ചേരുന്നു. ഇപ്പോഴെല്ലാം അവസാനിച്ചെന്ന തോന്നലായിരുന്നു. ചുറ്റും നോക്കുമ്പോൾ മങ്ങിപ്പോയ പഴയ ഓർമ്മകൾ മാത്രം. ജോയ് തകർന്ന മനസ്സോടെ അവിടെ കിടന്നിരുന്ന ഒരു പഴയ ഓർമ്മ എടുത്തു നോക്കുന്നു. അത് റൈലിയുടെ കുട്ടിക്കാലത്തെ ഒരു സന്തോഷ നിമിഷമായിരുന്നു. പക്ഷേ ജോയുടെ കണ്ണുനീർ ആ ഓർമ്മയിൽ വീണപ്പോൾ അവൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത മറ്റൊരു ഭാഗം തെളിഞ്ഞു വന്നു. ആ ദിവസം ആദ്യം റൈലി ഒറ്റയ്ക്കിരുന്ന് കരയുകയായിരുന്നു. അവളുടെ കൂട്ടുകാർ ഹോക്കി കളിക്കാൻ വിളിക്കാതെ പോയതായിരുന്നു കാരണം. അവളെ അങ്ങനെ കണ്ട മാതാപിതാക്കളും കൂട്ടുകാരും അടുത്തേക്ക് വന്ന് ആശ്വസിപ്പിച്ചു. അവരൊക്കെ ഒപ്പം എത്തിയതോടെയാണ് റൈലി വീണ്ടും ചിരിച്ചത്. ആ നിമിഷമാണ് ജോയ്ക്ക് ഏറ്റവും വലിയ സത്യം മനസ്സിലാക്കുന്നത്. സന്തോഷം എല്ലായ്പ്പോഴും നേരിട്ട് വരണമെന്നില്ല. ചിലപ്പോൾ ആദ്യം സങ്കടം വരും. ആ സങ്കടം മറ്റുള്ളവരെ നമ്മളിലേക്ക് അടുപ്പിക്കും. അവരുടെ സ്നേഹത്തിലും ആശ്വാസത്തിലും നിന്നാണ് വീണ്ടും സന്തോഷം ജനിക്കുന്നത്. അപ്പോൾ മാത്രമാണ് സാഡ്നസിന്റെ യഥാർത്ഥ പ്രാധാന്യം ജോയ് മനസ്സിലാക്കുന്നത്. അതുവരെ അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നും അവൾ തിരിച്ചറിയുന്നു. ഇനി എങ്ങനെയെങ്കിലും ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് തിരികെ എത്തി റൈലിയെ രക്ഷിക്കണം. ആ ഉറച്ച തീരുമാനത്തോടെ ജോയ് വീണ്ടും പുറത്തേക്കുള്ള വഴി അന്വേഷിക്കാൻ തുടങ്ങുന്നു. മെമ്മറി ഡംപിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തേടുന്നതിനിടെയാണ് ജോയ് വീണ്ടും ബിഗ് ബോങ്ങിനെ കണ്ടെത്തുന്നത്. അത്ഭുതകരമായി അവന്റെ റെയിൻബോ റോക്കറ്റും അവിടെ ഉണ്ടായിരുന്നു. റൈലി മറന്നുപോയതിനാൽ നേരത്തെ അത് ഇവിടെ വീണതായിരുന്നു. ജോയ്ക്ക് ഉടൻ ഒരു ആശയം തോന്നുന്നു. ബിഗ് ബോങ്ങിന്റെ പാട്ടുപയോഗിച്ച് റോക്കറ്റ് പ്രവർത്തിപ്പിച്ചാൽ ഒരു പക്ഷേ മുകളിലേക്ക് എത്താൻ കഴിഞ്ഞേക്കും. അങ്ങനെ ഇരുവരും റോക്കറ്റിൽ കയറി ഒരുമിച്ച് പാട്ടും പാടാൻ തുടങ്ങുന്നു. റോക്കറ്റ് പതിയെ ഉയരുന്നു. പക്ഷെ മുകളിലെത്തും മുമ്പേ അതിന്റെ വേഗം കുറഞ്ഞു. അത് വീണ്ടും താഴേക്ക് വീഴുന്നു. അവർ വീണ്ടും ശ്രമിക്കുന്നു. വീണ്ടും അതേ ഫലം. ഒന്നല്ല, പല തവണ അവർ ശ്രമിച്ചെങ്കിലും ഓരോ തവണയും ലക്ഷ്യത്തിന് തൊട്ടു മുമ്പ് റോക്കറ്റ് തിരിച്ച് താഴെ പതിക്കുകയായിരുന്നു. ഇതിനിടെ ബിഗ് ബോങ് പതിയെ മങ്ങി തുടങ്ങുന്നു. റൈലി അവനെ കൂടുതൽ മറക്കുന്നതിനാൽ അവന്റെ നിലനിൽപ്പും ഇല്ലാതാവുകയായിരുന്നു. അത് മനസ്സിലാക്കിയ ബിഗ് ബോങ് ഒന്നും പറയാതെ വീണ്ടും ഒരു അവസാന ശ്രമത്തിന് തയ്യാറാകുന്നു. ഇരുവരും ഒരുമിച്ച് പാട്ട് പാടിക്കൊണ്ട് റോക്കറ്റ് വീണ്ടും പറത്തുന്നു. ഇത്തവണ അവർ ഇതുവരെ എത്തിയതിലധികം ഉയരത്തിലെത്തുന്നു. മുകളിലേക്ക് എത്താൻ ഇനി വളരെ കുറച്ച് ദൂരം മാത്രം. അപ്പോഴാണ് ബിഗ് ബോങ് ജോയിയോട് കൂടുതൽ ഉറക്കെ പാടാൻ പറയുന്നത്. ജോയ് മുഴുവൻ ശക്തിയോടെ പാട്ട് പാടുന്നു. അടുത്ത നിമിഷം ബിഗ് ബോങ് റോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. ഭാരം കുറഞ്ഞതോടെ റോക്കറ്റ് നേരെ മുകളിലേക്ക് കുതിക്കുന്നു. ജോയ് സുരക്ഷിതമായി മെമ്മറി ഡംപിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നു. ആവേശത്തോടെ അവൾ ബിഗ് ബോങ്ങിനെ നോക്കി സന്തോഷം പങ്കിടാൻ തിരിയുന്നു. പക്ഷേ അവൻ അവിടെ ഇല്ലായിരുന്നു. താഴെ നിന്ന് ഒരു പുഞ്ചിരിയോടെ ജോയെ നോക്കിക്കൊണ്ട് ബിഗ് ബോങ് പറയുന്നു, "ഓ, റൈലിയെ രക്ഷിക്കൂ." ആ വാക്കുകൾ പറഞ്ഞു തീർന്നതോടെ അവൻ പതിയെ അപ്രത്യക്ഷനാകുന്നു. റൈലിയുടെ ഓർമ്മകളിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞു പോകുന്നു. ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയാതെ ജോയ് കണ്ണു നിറഞ്ഞുകൊണ്ട് മുന്നോട്ട് ഓടുന്നു. അതേസമയം ഹെഡ്ക്വാർട്ടേഴ്സിൽ ആങ്കർ, ഫിയർ, ഡിസ്കസ്റ്റ് എന്നിവർക്ക് തങ്ങൾ ചെയ്ത തെറ്റുകൾ ഇപ്പോൾ മനസ്സിലാകുന്നു. റൈലിയെ വീട്ടിൽ നിന്ന് ഓടിപ്പോകാൻ പ്രേരിപ്പിച്ച ഐഡിയ ബൾബ് അവർ മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിന് കൺട്രോൾ പാനലിൽ നിന്ന് നീക്കാൻ കഴിയുന്നില്ല. അതിനേക്കാൾ വലിയൊരു പ്രശ്നം ഉടൻ തന്നെ സംഭവിക്കുന്നു. കൺട്രോൾ കൺസോൾ പതിയെ ഇരുണ്ട നിറത്തിലേക്ക് മാറുന്നു. റൈലിക്ക് ഒരു വികാരവും അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ. എന്ത് ചെയ്താലും യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. അവിടെ നിന്ന് ഓടി വരുന്ന ജോയ് ഒടുവിൽ സാഡ്നസിനെ കണ്ടെത്തുന്നു. ഇത്രയും സംഭവങ്ങൾക്ക് ശേഷം സാഡ്നസ് ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. റൈലിക്ക് ഞാൻ വേണ്ട. അങ്ങനെ വിശ്വസിച്ച അവൾ ഒറ്റയ്ക്ക് അകന്നു പോകുകയായിരുന്നു. അത് കണ്ട ജോയ് ഈ തവണ അവളെ വിട്ടുകൊടുക്കുന്നില്ല. സാഡ്നസ് സഞ്ചരിച്ചിരുന്ന മേഘത്തിനടുത്തേക്ക് എത്താൻ ജോയ് ഒരു വിചിത്രമായ മാർഗം കണ്ടെത്തുന്നു. ഇമാജിനറി ബോയ് ഫ്രണ്ടുകളെ ഒരുപാട് പേരെ സൃഷ്ടിച്ച് അവരുടെ മേൽ ചവിട്ടി ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കുന്നു. ആ വഴിയിലൂടെ ഓടിയെത്തിയ ജോയ് അവസാന നിമിഷം ഒരു ട്രാംപോളിനിൽ ചാടി വരുന്നു. വായുവിലൂടെ പറന്നുകൊണ്ടിരുന്ന സാഡ്നസിനെ അവൾ പിടിച്ചെടുക്കുന്നു. അടുത്ത നിമിഷം തന്നെ ഇരുവരും നേരെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ജനലിലൂടെ അകത്തേക്ക് കടക്കുന്നു. ഒടുവിൽ ഇത്രയും നേരം കാത്തിരുന്ന ആ മടങ്ങിവരവ് സംഭവിച്ചിരിക്കുകയാണ്. ഒടുവിൽ ജോയ് വീണ്ടും ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തുന്നു. അവളെ കണ്ടതുമാത്രം ആങ്കർ, ഫിയർ, ഡിസ്കസ്റ്റ് എന്നിവർ ആശ്വാസത്തോടെ ശ്വസിക്കുന്നു. റൈലിയെ രക്ഷിക്കാൻ ഇനി ജോയ്ക്ക് മാത്രമേ കഴിയൂ എന്നാണ് അവർ കരുതിയത്. പക്ഷേ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ജോയ് മറ്റൊരു തീരുമാനമാണ് എടുക്കുന്നത്. കൺട്രോൾ കൺസോളിന്റെ മുന്നിലേക്ക് അവൾ പോകുന്നില്ല. പകരം ആ സ്ഥാനം സാഡ്നസിന് വിട്ടുകൊടുക്കുന്നു. കാരണം ഇപ്പോൾ റൈലിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സന്തോഷമല്ല, അവളുടെ സങ്കടം തുറന്നു പറയാനുള്ള അവസരമാണെന്ന് ജോയ് മനസ്സിലാക്കിയിരുന്നു. സാഡ്നസ് പതിയെ കൺട്രോൾ കൺസോളിലേക്ക് എത്തുന്നു. ആദ്യം റൈലിയുടെ മനസ്സിലുണ്ടായിരുന്ന വിന്നാസോട്ടയിലേക്ക് ഓടിപ്പോകണമെന്ന ആശയം അവൾ നീക്കം ചെയ്യുന്നു. അതേസമയം യഥാർത്ഥ ലോകത്ത് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന റൈലി പെട്ടെന്ന് എഴുന്നേറ്റ് ഡ്രൈവറോട് ബസ് നിർത്താൻ പറയുന്നു. അവൾ ഇറങ്ങി വീട്ടിലേക്ക് തിരികെ ഓടുന്നു. വീട്ടിലെത്തിയുടൻ അമ്മയും അച്ഛനും അവളെ കാണുന്നു. ഇത്രയും നേരം ഉള്ളിൽ അടക്കി വെച്ചിരുന്ന എല്ലാ വികാരങ്ങളും റൈലി ഒടുവിൽ തുറന്നു പറയാൻ തുടങ്ങുന്നു. മിന്നാസോട്ടയിലെ ജീവിതം അവൾക്ക് എത്രമാത്രം മിസ് ചെയ്തുവെന്നും പഴയ സുഹൃത്തുക്കളെയും പഴയ വീടിനെയും എല്ലാം ഓർത്താണ് തനിക്ക് ഇത്രയും വിഷമമെന്നും അവൾ കരഞ്ഞുകൊണ്ട് മാതാപിതാക്കളോട് പറയുന്നു. റൈലിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അമ്മയും അച്ഛനും അവളെ ചേർത്തു പിടിക്കുന്നു. അവർക്കും മിന്നാസോട്ടയെ മിസ് ചെയ്യുന്നുണ്ടെന്ന് അവർ തുറന്നു സമ്മതിക്കുന്നു. മൂവരും ഒരുമിച്ച് പഴയ ഓർമ്മകൾ പങ്കുവെക്കുന്നു. ആ കണ്ണുനീർ നിറഞ്ഞ നിമിഷത്തിനിടയിലും റൈലിയുടെ മുഖത്ത് ചെറിയ പുഞ്ചിരി എരിയുന്നു. അതേസമയം ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു പുതിയ അത്ഭുതം സംഭവിക്കുകയാണ്.
മുമ്പ് മുഴുവൻ നീല നിറമായിരുന്ന ആ സാഡ് കോർ മെമ്മറി ജോയും സാഡ്നസും ഒരുമിച്ച് സ്പർശിക്കുന്നു. അതിനി നീല മാത്രമല്ല, മഞ്ഞയും നീലയും ചേർന്ന പുതിയൊരു കോർ മെമ്മറിയായി മാറുന്നു. സന്തോഷവും സങ്കടവും ഒരുമിച്ച് ചേർന്ന ആ ഓർമ്മയിൽ നിന്നാണ് പുതിയ ഫാമിലി ഐലൻഡ് രൂപം കൊള്ളുന്നത്. പഴയ ഐലൻഡിനെ പോലെ തന്നെയാണെങ്കിലും ഇപ്പോൾ അതിൽ സാൻ ഫ്രാൻസിസ്കോയിലെ പുതിയ കാഴ്ചകളും ഇടം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷം കടന്നു പോകുന്നു. റൈലി ഇപ്പോൾ പുതിയ ജീവിതത്തോട് പതിയെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. തകർന്നു പോയ എല്ലാ പേഴ്സണാലിറ്റി ഐലൻഡുകളും വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം അവൾ വളർന്നതിനനുസരിച്ച് പുതിയ ഐലൻഡുകളും രൂപപ്പെട്ടിരിക്കുന്നു. ട്രാജിക് വാമ്പയർ, റൊമാൻസ് ഐലൻഡ്, ഫാഷൻ ഐലൻഡ്, ബോയ്ഫ്രണ്ട് ഐലൻഡ് തുടങ്ങിയ പുതിയ ഭാഗങ്ങൾ ഇപ്പോൾ അവളുടെ മനസ്സിലുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സിലും വലിയ മാറ്റമുണ്ടായി. ഇപ്പൊ വികാരങ്ങൾ ഓരോരുത്തരും വേർതിരിഞ്ഞല്ല പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും ഒരുമിച്ച് ഉപയോഗിക്കാനാകുന്ന പുതിയ കൺട്രോൾ കൺസോൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വശത്ത് വിചിത്രമായ ഒരു ബട്ടണും കാണാം. പ്യൂബർട്ടി എന്ന് എഴുതിയ ആ ബട്ടൺ കണ്ടപ്പോൾ എല്ലാ വികാരങ്ങളും അത്ഭുതത്തോടെ പരസ്പരം നോക്കി നിൽക്കുന്നു. അതേസമയം റൈലി വീണ്ടും ഹോക്കി കളിക്കാൻ മൈതാനത്തിറങ്ങുന്നു. സ്റ്റാൻഡിൽ നിന്ന് അമ്മയും അച്ഛനും സന്തോഷത്തോടെ അവളെ പ്രോത്സാഹിപ്പിക്കുന്നു. കളിക്കാനായി ഐസിലേക്ക് ഇറങ്ങുന്നതിനിടെ അബദ്ധത്തിൽ അവളുടെ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളക്കുപ്പി താഴെ വീഴുന്നു. റൈലി അതെടുത്ത് തിരികെ കൊടുക്കാൻ ശ്രമിക്കുന്നു. ആ ചെറിയ നിമിഷം തന്നെ ആ കുട്ടിയുടെ മനസ്സിനുള്ളിൽ വലിയൊരു കലാപം നടക്കുന്നു. ഒരു പെൺകുട്ടി തനിക്കരികിൽ വന്നതിന്റെ ആവേശത്തിൽ അവന്റെ എല്ലാ വികാരങ്ങളും ഒരുമിച്ച് പരിഭ്രാന്തരാകുന്നു. ഒന്നും മനസ്സിലാകാതെ നിശ്ചലനായി നിൽക്കുന്ന അവന്റെ കയ്യിലേക്ക് റൈലി വെള്ളക്കുപ്പി തിരികെ കൊടുക്കുന്നു. ശേഷം അവൾ പുഞ്ചിരിയോടെ കളിക്കളത്തിലേക്ക് ഓടിപ്പോകുന്നു. ഇത്തവണ ജോയ്, സാഡ്നസ്, ആങ്കർ, ഫിയർ, ഡിസ്ഗസ്റ്റ് എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് റൈലിയെ നയിക്കുന്നത്. അങ്ങനെ സന്തോഷവും സങ്കടവും ഒരുപോലെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനോഹരമായി പറഞ്ഞുകൊണ്ട് ഇൻസൈഡ് ഔട്ട് എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ സ്റ്റോറി എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ. അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം.